ഹലോ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുന്നേ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാനും മറക്കില്ല കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമുക്ക് പൂരിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വന്നപ്പോൾ തന്നെ ഉമ്മ പൂരിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പൂരിയും തലേന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്, ചിക്കൻ കറിയുമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് രാവിലെ ഉള്ളത്. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് ചായ കുടിക്കണം കേട്ടോ. മോളപ്പുറത്ത് ഇരിക്കുന്നുണ്ട്, ഞാനിവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും ചായ കുടിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ രാവിലേക്ക് ഇതൊക്കെ തന്നെയാണ്. പിന്നെ ഇന്നത്തോട് കൂടിയിട്ട് നമ്മുടെ വീടിൻ്റെ പണികളൊക്കെ തീരും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോസൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ അതും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ലാസ്റ്റാണ് പണിക്കാർ. നമുക്ക് അടുക്കളയും കൂടി ഇട്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ ചായ കുടിക്കുന്ന ആ ഭാഗത്തും കൂടി നമ്മൾ ടൈലിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെ പണി കഴിഞ്ഞിട്ടോ. അപ്പോൾ രാവിലെ തന്നെ പണിക്കാരുള്ളത് കൊണ്ട് രണ്ടടുപ്പത്ത് നമ്മൾ കത്തിച്ചിട്ടുണ്ട് കേട്ടോ. ഒരടുപ്പത്ത് കഞ്ഞിക്കുള്ളതും ഒരടുപ്പത്ത് ചോറും വെച്ചിട്ടുള്ളത്. അപ്പോൾ അവർക്ക് ഫുഡ് പറഞ്ഞിട്ടുള്ളത് കഞ്ഞിയും ചോറും കേട്ടോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു ഭാഗത്ത് ഉമ്മ ചോറിനുള്ള അരി ഇടുന്നുണ്ട് കേട്ടോ. മറ്റേ ഭാഗത്ത് കഞ്ഞിനുള്ള വെച്ചിട്ടുണ്ട്. അത് ഏകദേശമൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ കഞ്ഞിക്കുള്ളതും രണ്ടും വേറെ ഇടുന്നത്, ഒന്ന് റേഷൻ കടയിലുള്ള അരിയും ഒന്ന് കുറുവയും കൂടിയാണ് കേട്ടോ വെക്കുന്നത്. പിന്നെ നമ്മൾ ഈ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന അടുക്കളയിൽ തന്നെയാണ് പണി നടക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ആദ്യം നമ്മൾ ടൈലിട്ടിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്തല്ല, നമ്മൾ ഫുഡ് കഴിക്കുന്ന ആ ഭാഗത്താണ് പിന്നെ ടൈലിട്ടിരുന്നത്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുന്നതൊക്കെ മറ്റേ അടുക്കളയിലായിരുന്നു. അപ്പോൾ അവിടെ ടൈലിട്ടത് കൊണ്ടാണ് നമ്മൾ ടേബിളും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് മാറ്റിയത് കേട്ടോ. അപ്പോൾ ആ ഭാഗത്താണ് ഇപ്പോൾ പണി നടക്കുന്നത്. അപ്പോൾ അവിടെയുള്ള ടേബിളും കാര്യങ്ങളൊക്കെ മറ്റോടത്തേക്ക് തന്നെ മാറ്റിയിട്ടുണ്ട്. ഇവിടെയാണ് പണി നടക്കുന്നത് കേട്ടോ. പിന്നെ ഒരു 10-11 മണിയൊക്കെ ആയപ്പോഴത്തേന് പണിക്കാർക്കുള്ള കഞ്ഞി റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കഞ്ഞിയും ചമ്മന്തിയും പിന്നെ അച്ചാറും ഉണ്ടെന്ന് അവർക്ക് അതിലേക്ക് കൊടുക്കുന്നത്. പിന്നെ ഉച്ചക്കത്തെ ചോറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനത്തെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല, അവിടെ പണി എടുക്കുന്നതായതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാനേ പറ്റിയിട്ടില്ല കേട്ടോ. ഞാൻ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം. ചോറുണ്ട്, പിന്നെ നമ്മൾ കർമ്മത്തി കറിയുണ്ട്, പിന്നെ പയറ്, മീൻ പൊരിച്ചത്, പപ്പടം, അച്ചാർ, ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ അവർക്കുള്ള ചോറ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളും അതിൻ്റെ കൂടെ ഇരുന്നിട്ട് കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ വീഡിയോ അങ്ങനെ അല്ല, നമ്മുടെ പണികൾ അങ്ങനെ നടക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് വീഡിയോസ് എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. പറ്റാത്തത് തന്നെ സംഭവം. അവരവിടെ പണിയെടുക്കുന്നത് കൊണ്ട് നമുക്കെല്ലാം കൂടി നടക്കില്ല. വീഡിയോ എടുക്കലും പണിയെടുക്കലും കൂടി നടക്കില്ല. അതുകൊണ്ട് ഉമ്മ മാത്രമേ അവിടെ നിന്നിട്ടുള്ളൂ. നമ്മളാർക്കും അവിടെ നിൽക്കാൻ പറ്റില്ല, അവിടെ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട്. അപ്പോൾ ഏകദേശം അവരെ പണിയൊക്കെ കഴിഞ്ഞിട്ട് അവർ പോയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ പണികൾ ഇതൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഏകദേശം നമ്മളെ പണികൾ ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടാണ്. നമ്മൾ വീടിൻ്റെ ഉള്ളിൽ ഈ ജനലിൻ്റെ അടുത്തൊക്കെ നല്ല ചളി വരും കേട്ടോ. അതായത് ഈ കുട്ടികൾ കയറിയിട്ടും പിന്നെ നമ്മുടെ കാല് തട്ടിയിട്ടൊക്കെ ചളി നല്ലോണം. അപ്പോൾ അവിടെ വെച്ചിട്ട് നമ്മൾ ഈ ടൈല് ബാക്കിയുള്ളതൊക്കെ അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലായിടത്തും ഇട്ടിരുന്നു, താഴത്തെ എല്ലായിടത്തും ഇട്ടിരുന്നു കേട്ടോ. ഡൈനിങ് ഹാളിലും പിന്നെ 2 റൂമിലും നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മുകളിലത്തെ പണിയൊക്കെ എന്താ ആയി നോക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ട് തന്നെ ലാസ്റ്റ് കാണുമ്പോൾ ഒരു രസമല്ലേ. ഇനി ഏകദേശം ഇതൊക്കെ നമുക്ക് വൃത്തിയാക്കാൻ വേണ്ടിയിട്ടാം. ഇന്നേതായാലും നടക്കില്ല, നാളെ നമുക്കിതൊക്കെ വൃത്തിയാക്കി എടുക്കണം കേട്ടോ. വെള്ളം പറഞ്ഞടിച്ച് വൃത്തിയാക്കി എടുക്കണം. അവർ ഏകദേശമൊക്കെ ഒരു വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. പണി കഴിഞ്ഞ് പോകുമ്പോൾ അവരെന്തോ ഒരു ലിക്വിഡിലിട്ടിട്ട് നന്നായിട്ട് നല്ല തോത്തി എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ സിറ്റ് ഔട്ടൊക്കെ നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ. ഈ വൈറ്റ് നമ്മൾ ടൈലാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. പിന്നെ നമ്മുടെ ചാരുവടിയിലും ഇട്ടിട്ടുള്ളത് ടൈലാണ്, താഴെ ഇട്ടിട്ടുള്ളത് ടൈൽ തന്നെയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ വൈറ്റ് ആയാലും. പിന്നെ നമ്മൾ ആദ്യം ഗ്രാനൈറ്റ് ഇടാനാണ് വിചാരിച്ചത്. പിന്നെ അത് തന്നെ സെയിം ടൈൽ, താഴത്തിട്ടിരുന്ന സെയിം വൈറ്റ് ടൈൽ തന്നെയാണ് നമ്മൾ ചാരുപടിക്ക് ഇട്ടിട്ടത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബാക്ക് ഭാഗം വരുന്നത് കേട്ടോ. നമ്മൾ മുകളിൽ 2 റൂമാണ് വരുന്നത്. അതിൻ്റെ ബാക്ക് ഭാഗത്ത് ഇതൊക്കെയാണ് ഇപ്പോൾ അവസ്ഥ. അവരെ പണി കഴിഞ്ഞിട്ട് അവിടെ നന്നാക്കാൻ തന്നെ 2-3 ദിവസം എടുക്കും കേട്ടോ നമുക്ക് അവിടെ വൃത്തിയാക്കിയിട്ടാണെന്നുണ്ടെങ്കിൽ. പിന്നെ ഇതൊരു റൂമാണ്. ഇതിന് അറ്റാച്ചായിട്ട് ബാത്റൂമുണ്ട്. മറ്റേ റൂമിനും അറ്റാച്ചായിട്ട് ബാത്റൂം കൊടുത്താൽ കേട്ടോ. പിന്നെ നമ്മൾ ഡൈനിങ് ഹാളിലായിട്ട് ബാത്റൂം കൊടുത്തിട്ടില്ല. മുകളിലൊക്കെ ആകുമ്പോൾ റൂമിൽ ബാത്റൂം ഉണ്ടാവണമല്ലോ ഏറ്റവും നല്ലത്. അപ്പോൾ അത് വിചാരിച്ചിട്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ വൈറ്റും ഗ്രീനും ആണ് കേട്ടോ പിന്നെ ബാത്റൂമിൽ ടൈല് കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ ഞാൻ ആദ്യം വീഡിയോ ഇട്ടിരുന്നത്. അപ്പോൾ ഇതിലൊന്ന് എല്ലാം പണി കഴിഞ്ഞിട്ടൊന്ന് ഉൾപ്പെടുത്താച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടാണ്. പിന്നെ ഈ ഒരു റൂമിൽ ക്രീം കളറും ഗ്രേ കളറും ആണ് കൊടുത്തിട്ടുള്ളത്. മറ്റേ റൂമിനെക്കാട്ടും മറ്റേ ബാത്റൂമിനെക്കാട്ടും ചെറുത് ഇതാണ് കേട്ടോ.
ചെറുതെന്ന് പറയാൻ പറ്റില്ല, മറ്റത് നല്ല വലുതാണ്. ഇതൊരു ഭാഗത്തെ വലുപ്പമാണ് കേട്ടോ ഈ റൂം വന്നിട്ടുള്ളത്. അപ്പോൾ 2 റൂമും പിന്നെ ഡൈനിങ് ഹാൾ വെച്ചിട്ടൊന്നുമില്ല കേട്ടോ, മുകളിൽ കൊടുത്തിട്ട് അതിൻ്റെ ആവശ്യമില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കൊടുത്തിട്ടില്ല. ചെറിയൊരു സിറ്റ് ഔട്ടും അങ്ങനെ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ കോണിൻ്റെ മുകൾ ഭാഗം നമ്മൾ പണിയെടുത്തിട്ടുണ്ട് കേട്ടോ, മുകളിലത്തെ അതേ ടൈല് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു ബോറാവേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് മുകൾ ഭാഗത്തുള്ള ടൈൽ അങ്ങനെ കൊടുത്തത്. പിന്നെ താഴത്തെ സ്റ്റെപ്പിന് നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ, അത് പിന്നെ നമ്മൾ പഴയത് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മുകളിലത്തെ ടൈലിൽ നിന്ന് നോക്കിയിട്ട് താഴത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ താഴത്തെ ടൈല് കളറില്ലാത്ത പോലെ നമുക്ക് തോന്നും കേട്ടോ. പിന്നെ നമ്മൾ ഈ ബാത്റൂമിൻ്റെ മുകളിലായിട്ട് കുറച്ച് സ്ഥലം ഒഴിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പൊടിയും കാര്യങ്ങളൊക്കെ എപ്പോഴും കെടുപ്പാണ്, നമ്മൾ പെയിൻ്റ് അടിച്ചാലും കാണാൻ കളർ മാറിയിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ടൈലിട്ട് കൊടുത്താൽ നമുക്കത് തോത്തിയെടുക്കാമല്ലോ വിചാരിച്ചിട്ടാണ് അവിടെ ടൈലിട്ടത്. പിന്നെ ഞാൻ അടുക്കളയിൽ ടൈല് നേരത്തെ കാണിച്ചത്, അത് നല്ലപോലെ സെറ്റാക്കിയിട്ട് അവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മുകളിലത്തെ ബാക്കിയുള്ള ഫ്ലോറിൻ്റെ ഒരു കഷ്ടം കൂടി അവിടെ ഇട്ടിട്ടുണ്ട് തികയാതായി വന്നപ്പോൾ. പിന്നെ നമ്മളെ മുകളിലത്തെ അടുക്കള അത് ഫുള്ളായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ മുന്നത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ തോത്തിയെടുക്കണം കേട്ടോ, എന്താ പറയുക, ഫുള്ളായിട്ട് പൊടിയാണ് വാതിൽ ജനലിൽ ഒന്നായിട്ട്. പിന്നെ ഒന്നായിട്ടൊന്ന് നനച്ച് കുളിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്, അതൊക്കെ ഒന്ന് വൃത്തിയാക്കാണ്ട്. അപ്പോൾ അതെൻ്റെ വീഡിയോ ആയിട്ട് വീണ്ടും വരണം കേട്ടോ. പിന്നെ നമ്മുടെ സിറ്റ് ഔട്ടിൻ്റെ അവസ്ഥയൊക്കെ ഇപ്പോൾ ഇതാണ് കേട്ടോ, ഫുള്ളായിട്ട് പൊടിയാണ്, സിമെൻറ്റിൻ്റെയും നന്നായിട്ട് പൊടിയാണ് അതിൻ്റെയൊക്കെ. പിന്നെ നമ്മുടെ സിറ്റ് ഔട്ട് മുറ്റത്തും ഇതന്നെയാണ് കേട്ടോ അവസ്ഥ. നമ്മൾ മുകളിൽ ബാക്കിൽ കണ്ടില്ല അതേ അവസ്ഥ തന്നെയാണ് ഇതിൻ്റെ മുകളിലും കിടക്കുന്നത്, അല്ല നമ്മുടെ സിറ്റ് ഔട്ടിൻ്റെ മുറ്റത്തും കിടക്കുന്നത് കേട്ടോ. നല്ല പൊടി നിൽക്കുന്നത്. ഇത് നമ്മൾ ശീലമൊക്കെ വിരിച്ചു കൊടുത്തിട്ടുള്ളത്, നമ്മളകത്തൂടെയാണല്ലോ അവരെ പണികളൊക്കെ നടക്കുന്നത്. അപ്പോൾ വല്ലാണ്ട് ചവിട്ടി പൊടി ആവണ്ടെന്ന് വിചാരിച്ചിട്ട്, എന്നാലും പൊടി ആവും, വല്ലാണ്ട് ആവണ്ട വെച്ചിട്ടാണ് നമ്മൾ ശീലം ഇട്ട് കൊടുത്തത് കേട്ടോ. ഇതാണ് ഇപ്പോൾ നമ്മുടെ മുറ്റത്തിൻ്റെ അവസ്ഥ പറഞ്ഞില്ലേ, ഫുള്ളായിട്ട് നമ്മളെ ചെടികളും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ സിമെൻറ്റ് അതൊന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല, പിന്നെ മഴയില്ലല്ലോ, നനയ്ക്കാനുള്ള ടൈമൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. പിന്നെ അവരൊക്കെ പോയി, അവർക്ക് പോയതിൻ്റെ ശേഷം ഞങ്ങൾ ചായ കുടിക്കാൻ കേട്ടോ. ഏകദേശം ഒരു മരുഭാഗമൊക്കെ കൊടുത്തിട്ടുണ്ടാവും ഞങ്ങൾ ചായ കുടിക്കുമ്പോൾ. അവർ പോകുമ്പോൾ തന്നെ നേരെ വൈകും കേട്ടോ. ഇന്ന് നേരത്തെ പണി കഴിഞ്ഞിട്ട് അവർ പോയിട്ടുണ്ട്. അപ്പോൾ പിന്നെ വൈകുന്നേരത്തെ അടിച്ചുവരലും തുടക്കലൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമുള്ള ചായ കുടിയാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീണ്ടും വരാം.